വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അങ്ങനെ പ്രത്യേക കാര്യമായിട്ടുള്ള ദിവസമൊന്നുമല്ല, പക്ഷേ ചെറിയൊരു കാര്യമുണ്ട്. എനിക്ക് രാവിലെ ഒരു 9 AM എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭയങ്കര നേരത്തെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല തണുപ്പാണ് ഇവിടെ, നല്ലൊരു ക്ലൈമറ്റ്. സോ നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡിയാവാം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. എനിക്ക് മൈഗ്രെയിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. സോ ഭയങ്കര തലവേദനയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു റെമഡി ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് പറഞ്ഞു തരൂ. നമുക്കിപ്പോൾ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് മൈദ ദോശയും ചിക്കൻ കറിയും പിടിക്കാം. അപ്പോൾ നാളെ പുട്ടും കടലയും പിടിക്കാം. അപ്പോൾ നമ്മൾ മൈദ ദോശ ഉണ്ടാക്കാൻ മൈദ, ഉപ്പ്, പിന്നെ മുട്ട. അതിൽ ഫസ്റ്റ് മുട്ട ഇടാണ്ടോന്ന് അടിക്കണം, കാരണം മൈ മമ്മി ജീസ് എ വെജിറ്റേറിയൻ നൗ. ആദ്യം വെജിറ്റേറിയൻ ആയിരുന്നില്ല, ഇപ്പോൾ ആളെന്തോ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് അറിഞ്ഞിട്ടേ ഇതൊക്കെ ചെയ്യുള്ളൂ എന്നുള്ളൊരു സംഭവത്തിലാണ്. ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ. സോ ആദ്യം മമ്മീജിക്ക് അതില്ലാണ്ട് എടുക്കാം. ഡൽഹി കേട്ടു, നമ്മൾ വെളിച്ചെണ്ണ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വന്നിട്ടുണ്ട്, മേടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. 2 ദോശയുണ്ട്, ഒന്ന് മുട്ട ഒഴിച്ചതും മറ്റേത് മുട്ട ഒഴിക്കാത്തതും. കാരണം ഞാൻ പറഞ്ഞല്ലോ, മമ്മീജി വെജിറ്റേറിയൻ ആണ്. യെസ് ഗൈസ്, സക്സസ്ഫുള്ളി നമ്മളങ്ങനെ പൊട്ടിച്ചു. സാധാരണ കുറേ സമയം എടുക്കാറുണ്ട്, ഇന്നധികം വയ്ക്കാം. രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതും എൻ്റെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. എനിക്ക് പല കാര്യങ്ങളും അങ്ങനെ ബുദ്ധിമുട്ടുള്ളതുപോലെ ഫീൽ ചെയ്യാറില്ല. ചിലപ്പോൾ ചുറ്റും ഒരു സ്പിരിച്വൽ ഓറ ഉള്ളത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഓരോരുത്തരുടെയും ബിലീഫാണ്. എനിക്കത് എന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നും മിക്ക ദിവസങ്ങളും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. സാധാരണ മിക്ക ദിവസം ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഹറിബറി ആയിട്ടാണ്. എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ജോലിക്ക് പോകണം എന്നുള്ളൊരൊറ്റ ചിന്തയിൽ ഒട്ടും സമാധാനത്തോടെ എല്ലാം ഒന്നും ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ഒഴിവ് ദിവസം കിട്ടുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ വളരെ കാമാക്കി റിലാക്സാക്കി എല്ലാ ജോലിയും ആസ്വദിച്ച് അതിൻ്റെ വൃത്തിക്ക് ഞാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ഓഫ് ഡേ കിട്ടുമ്പോൾ മാത്രമാണ്. പെട്ടെന്നായിരുന്നു ഒരു മഴ വന്നത്. അത്രയും നേരം നല്ല വെയിലായിരുന്നു. ഈ വെയിലത്ത് മഴ പെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുക കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണമെന്നാണ് പറയുക. അത് മിക്ക നാട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു പിക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇൻ്റർവ്യൂ വീഡിയോ കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഫോമലായിട്ടിരിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാലും കുറച്ചൊന്ന് വൃത്തിക്കൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വലിയ ബേസിക് ആയിട്ടുള്ള ഒരു കൺസീലറൊക്കെ ഇട്ടൊന്ന് വൃത്തിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെൺപിള്ളേർക്ക് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന പോലെ തോന്നും അല്ലേ. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും മേക്കപ്പ് ഒന്നും ബേസിക്കായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് എന്തായാലും മസ്റ്റായിട്ട് ഇടുന്നതാണ്. വെറുതെ വീട്ടിലിരിക്കുമ്പോഴും എനിക്കത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പെൺപിള്ളേർക്കും റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ഒക്കെ അല്ലേ, കുറച്ച് ഇമ്പ്രസീവായിട്ടിരിക്കാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമില്ല.
നിങ്ങൾക്ക് മുടിയൊക്കെ ഈരി ഇനി ഇൻ്റർവ്യൂവിന് മുട്ടപ്പൊട്ടി വയ്ക്കും. ചിക്കൻ കറി എടുത്തൊഴിച്ചോളും. ചട്നി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ഗായ്സ്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നല്ല നല്ല അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നെ അയാളിട്ട് പൊരിച്ചു. ശിവമോൾ ഗുഡ് മോർണിംഗ്. ആ ശിവമോൾക്ക് ഇതേ കുഞ്ഞി ദോശ. ഹാപ്പി? Are you happy, my girl? Yes, ma'am. മോൾക്ക് ചിക്കൻ കറി വേണ്ട. ശിവമോൾ ഈസ് പഞ്ചസാര ലവർ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു ഉച്ചവരെയുള്ള ഡേ ഇതാണ്. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വർക്കിന് പോകണം. ആൻഡ് അത് കഴിഞ്ഞ് കുറേ പരിപാടികളുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ബൈ.